ബി എൻ എക്സ്പേർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന ഡോക്യുമെൻറ്റ് ക്രിയേഷൻ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഈ ഒരു ഓപ്ഷനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പേജിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും വേർഡ്സുകൾ അല്ലെങ്കിൽ സെൻറ്റൻസുകൾ ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഡ് കളറിലും അതുപോലെ തന്നെ ബ്ലൂ കളറിലും ഒക്കെ ആയിട്ട് കുറേ സിക്സ് സാഗ് അണ്ടർലൈനുകൾ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പേജിൻ്റെ മുകളിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മൈ നെയിം ആർ രഞ്ജിത്ത് എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, എൻ്റർ അടിക്കുമ്പോൾ നോക്കി ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യേ. ഓക്കെ, കേട്ടോ, മൈ നെയിം ആർ രഞ്ജിത്ത് എന്ന് കൊടുത്തു. ഇതിനകത്ത് കണ്ടോ ആറിൻ്റെ അടിയിൽ എന്ത് വന്നിട്ടുണ്ട്, ബ്ലൂ കളറിൽ ഒരു സിക്സ് സാഗ് അണ്ടർലൈൻ വന്നിട്ടുണ്ട്. കാണിക്കുന്ന എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഐ ആം ഇപ്പോൾ സുൽഫീഖർ എന്ന് പേര് കൊടുത്തു. ഐ ആം സുൽഫീഖർ അല്ലോ. അപ്പോൾ ആ സുൽഫീഖർ എന്നുള്ളതിൻ്റെ റെഡ് അണ്ടർലൈൻ കണ്ടില്ലേ, അതിൻ്റെ അടിയിൽ എന്താണ് കാണിക്കുന്നത്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കാണിക്കുന്നത്. ആക്ച്വലി റെഡ് അണ്ടർലൈൻ നമ്മൾ പൂർണ്ണമായിട്ടും അതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ മൈക്രോസോഫ്റ്റ് വേർഡിന് ഒരു ഡിക്ഷണറി ഉണ്ട്. ആ ഡിക്ഷണറിയിൽ ഇല്ലാത്ത ഒരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് അത് റെഡ് അണ്ടർലൈനിൽ കാണിക്കുന്നത്. ഓക്കെ, ശരിക്കും സുൽഫീഖർ എന്നുള്ളത് ഇങ്ങനെ തന്നെയല്ലേ ടൈപ്പ് ചെയ്യുക, ഇതിലെവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് ഇല്ലല്ലേ. ഓക്കെ, അപ്പോൾ ആക്ച്വലി സ്പെല്ലിംഗ് മിസ്റ്റേക്കായിട്ട് അതായത് റെഡ് അണ്ടർലൈനിൽ കാണിക്കുന്നത് ഡിക്ഷണറിക്കകത്ത് ഇല്ലാത്തൊരു വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു വേർഡ് അടിച്ചു. അപ്പോൾ തനിഷ്ക എന്ന് കൊടുത്തു കേട്ടോ, അതിനും വരുന്നുണ്ട്. അതുപോലെ തന്നെ സന്ധ്യ എന്ന് ടൈപ്പ് ചെയ്തു കേട്ടോ, അതിന് വരുന്നില്ല. അപ്പോൾ ഈ സന്ധ്യ എന്നുള്ള വേർഡ് ഇതിലുണ്ടാവും, ആ ഡിക്ഷണറിക്കകത്ത് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് വരാത്തത്. എങ്ങനെയാണ് നമ്മളിത് കറക്റ്റ് ചെയ്യുന്നത്? കറക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കീബോർഡിനകത്ത് F7 എന്ന് പറയുന്ന ഒരു സ്വിച്ച് നമ്മൾ അമർത്തുക. ഓക്കെ, പിന്നെ ഇത് തെറ്റ് കാണിക്കുന്നുണ്ടല്ലോ, പേജിൻ്റെ മുകളിൽ ഈ തെറ്റ് കാണിച്ചത് പ്രിൻ്റ് എടുക്കുമ്പോൾ വരില്ല. ഓക്കെ, അത് വേറൊരു കാര്യമാണ് പറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഈ ആറിൻ്റെ അടിയിലുള്ള നീല വരയും സുൽഫീഖറിൻ്റെയും തനിഷ്കേൻ്റെ അടിയിലുള്ള ഈ റെഡ് ലൈനൊന്നും പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് കാണില്ല, ഇത് പേജിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ നീല വര വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്, കാരണം അത് ഗ്രാമർ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഓക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം. റെഡ് അണ്ടർലൈൻ നമ്മൾ ഒരു പരിധി വരെ മൈൻഡ് ചെയ്യാതെ ഇടുന്നതാണ് നല്ലത്. ഓക്കെ, എന്തായാലും നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാം, എങ്ങനെയാണിത് കറക്റ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി കീബോർഡിൽ F7 എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടല്ലോ, F1 F2 F3. ഓക്കെ, അതിനകത്ത് F7 ഇല്ലേ. ഓക്കെ, ആ F7 ആണ് നമ്മൾ അമർത്തേണ്ടത്. ഓക്കെ, അതും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണാം, ഇവിടെ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് കണ്ടോ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് കാണാം, ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ F7 അടിച്ചാൽ മതി. അടിച്ചു കഴിഞ്ഞാൽ പേജിൻ്റെ വലതുഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാം, കണ്ടോ ഇതേപോലെ ഒരു പാലറ്റ് വരും. ഓക്കെ, അതിനകത്ത് ആദ്യത്തെ കാണിക്കുന്നത് കണ്ടോ ആർ ഉണ്ടോ, ആർ നമ്മൾ ടൈപ്പ് ചെയ്തതാണ് AR അല്ലേ. അതിൻ്റെ താഴെ കാണിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ കറക്റ്റ് ഈസ് ആണ് കറക്റ്റ്. മൈ നെയിം ഈസ് രഞ്ജിത്ത് ആണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുക, ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേജിൻ്റെ മുകളിൽ കണ്ടോ മൈ നെയിം ആർ രഞ്ജിത്ത് എന്നുള്ളത് മൈ നെയിം ഈസ് രഞ്ജിത്തായി മാറി. അതുപോലെ തന്നെ സുൽഫീഖറിന് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ടൈപ്പ് ചെയ്ത വേർഡ് ഇവിടെ ഏറ്റവും മുകളിൽ കാണും. ഈ ഡിക്ഷണറിക്കകത്തുള്ള വേർഡ് നമുക്ക് തൊട്ട് താഴെ ഒരു സജഷൻ പോലെ കാണിച്ചു തരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ സുൽഫീഖർ ഈ കമ്പ്യൂട്ടറിനകത്തില്ല, അതിന് പകരം സ്ലീക്കർ എന്ന് പറയുന്നൊരു വേർഡ് ഇതിനകത്തുണ്ട്. അതായത് അതേപോലെ ഉച്ചരിക്കുന്ന വേർഡ്സുകൾ. ഓക്കെ, സ്ലീക്കർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് സ്ലീക്കർ ആണോ എന്ന് കമ്പ്യൂട്ടർ ഒന്ന് നമ്മളോട് പറയുകയാണ്, സജസ്റ്റ് ചെയ്ത് തരികയാണ്. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേഞ്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡിക്ഷണറിക്കകത്തേക്ക് ഈ വേർഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ സുൽഫീഖർ ഇതിനകത്ത് നമ്മുടെ ഡിക്ഷണറിക്കകത്തേക്ക് ആഡ് ആവും. പിന്നെ തനിഷ്കയുടെ എറർ കണ്ടോ, താനിഷ, അതുപോലെ തന്നെ താമിഷ, തനേഷ, അതുപോലെ തന്നെ തനാശ, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ ഉണ്ട്, പക്ഷേ തനിഷ്കയില്ല. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, ഡിക്ഷണറിക്കകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആഡ് ചെയ്തു. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരികയും ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ഒരു ഡിക്ഷണറിക്കകത്തേക്ക് എങ്ങനെയാണ് ഒരു വേർഡ് വളരെ ഈസി ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാനിവിടെ രജീഷ് എന്ന് ടൈപ്പ് ചെയ്തു കേട്ടോ, അടിയിൽ എന്ത് വന്നിട്ടുണ്ട്, റെഡ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രജീഷിൻ്റെ മുകളിൽ നമ്മൾ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കീബോർഡിൽ പ്രോപ്പർട്ടി കീ അമർത്തുക. അതായത് പ്രോപ്പർട്ടി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലത്തെ ഭാഗത്ത് വിൻഡോ കീൻ്റെ തൊട്ടടുത്തുള്ള സ്വിച്ച് പ്രോപ്പർട്ടി കീ. ഓക്കെ, അത് അമർത്തി പിടിച്ചിട്ട് എന്നടിക്കുക. ഓക്കെ, അത് ഒരു പ്രാവശ്യം പ്രോപ്പർട്ടി കീ അമർത്തുക,
അതിനുശേഷം എ എന്നടിക്കുക. അങ്ങനെയാണ് കേട്ടോ, അത് അമർത്തി പിടിക്കുകയല്ല വേണ്ടേ. പ്രോപ്പർട്ടി കീ അമർത്ത് എ അടിക്കാം കേട്ടോ. ആ രജീഷ് എന്നുള്ള വേർഡ് അതിനകത്തേക്ക് ആഡായി വരുന്നുണ്ട്. ഓക്കെ, ഞാനിവിടെ അനീഷ എന്ന് ടൈപ്പ് ചെയ്തു കണ്ടോ, അനീഷ. അതിനും കണ്ടോ 2. അപ്പോൾ ഈ പ്രോപ്പർട്ടി കീ അമർത്തുമ്പോൾ കണ്ടോ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അമർത്തുന്നതിന് ഇക്വലൻ്റാണ് കണ്ടോ. അതിനകത്ത് ആഡ് ടു ഡിക്ഷണറിയുടെ ആൻ്റെ അടിയിൽ കണ്ടോ വരച്ചിരിക്കുന്നത് കണ്ടോ. അതൊക്കെയാണ് നമ്മളിവിടെ ഷോർട്ട് കട്ട് പോലെ ഉപയോഗിക്കുന്നത്. പ്രോപ്പർട്ടി കീ അമർത്ത് എ അടിക്കുക കണ്ടോ. വളരെ ഈസിയാണ്, കീബോർഡിൽ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ചില കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഗ്രാമർ മിസ്റ്റേക്ക് വരുത്തിയാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ഒന്നും കാണിക്കൊന്നുമില്ല. ഓക്കെ, അത് ഏതെങ്കിലും ഒരാൾ അത് ഓഫാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു സെറ്റിങ്സ് നമുക്ക് ഈ ഒരു ആപ്പിനകത്തുനിന്ന് ഡിസേബിൾ ചെയ്ത് വയ്ക്കാം, വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, പക്ഷേ ഒരിക്കലും നമ്മളിത് ഡിസേബിൾ ചെയ്ത് വെക്കരുത്, കാരണം നമ്മൾ തെറ്റ് വരുത്തും, അത് ഉറപ്പാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളുക, ഫയൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണ്, ഈ ഫീച്ചർ എങ്ങനെയാണ് നമ്മൾ ഡിസേബിൾ ചെയ്യുന്നത്. ഫയൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഏറ്റവും താഴെ കാണാം ഓപ്ഷൻസ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് വരും. ഈ ബോക്സിനകത്ത് നമ്മൾ എടുക്കാം പ്രൂഫിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ താഴെ കാണാം ചെക്ക് സ്പെല്ലിംഗ് ആസ് യു ടൈപ്പ്, അതുപോലെ തന്നെ മാർക്ക് ഗ്രാമർ എറേഴ്സ് ആസ് യു ടൈപ്പ്. ഈ രണ്ടിൻ്റെയും ടിക്ക് നമ്മൾ കൊണ്ട് ഒഴിവാക്കിയിടുക, എന്നിട്ട് ഓക്കെ അടിക്കാം. ഓക്കെ, ഇനി ഞാനൊരു തെറ്റ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഐ ഹാസ് എ മാംഗോ. എൻ്റെ കയ്യിലൊരു മാംഗോയുണ്ട്. തെറ്റല്ലേ ഞാൻ ടൈപ്പ് ചെയ്തേ. ഐ ഹാസ് എ മാംഗോ എന്ന് ആരെയും പറയുമോ? ഇല്ല, ഐ ഹാവ് എ മാംഗോ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ മിസ്റ്റേക്ക് കാണിക്കുന്നില്ല. ഓക്കെ, കാരണം എന്താണ്, നമ്മൾ ആ ഫീച്ചർ ഡിസേബിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് എടുത്ത് ഫയൽ എടുക്കുക, ഓപ്ഷൻസ് എടുക്കുക, പ്രൂഫിംഗ് എടുക്കുക. അതിനുശേഷം ഇവിടെ ചെക്ക് സ്പെല്ലിംഗ് ആസ് യു ടൈപ്പ്, ഇത് ടിക്കറ്റ് കൊടുക്കുക. മാർക്ക് ഗ്രാമർ എറേഴ്സ് ആസ് യു ടൈപ്പ്, ഇത് നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് കാണിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് മൗസ് കൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഹാവ് ആക്കി മാറ്റാം. ഓക്കെ, അതും അല്ലെങ്കിൽ കീബോർഡിൽ F7 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറിനകത്ത് പറയാനുള്ള കാര്യം. അപ്പോൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇപ്പോൾ ബി ആൻ എക്സ്പേർട്ടിൻ്റെ ഇത്തരം വീഡിയോസുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നു എങ്കിൽ എൻ്റെ ബി ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ഐക്കണിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.